അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദു അയ്യുഹന്നാസ് തഖുല്ലാഹ്. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മഹാനായ പ്രവാചകൻ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും അള്ളാഹുവും തമ്മിലുള്ള ഒരു സംഭാഷണത്തെക്കുറിച്ച് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തരുന്നത് അബീ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം പറഞ്ഞു. ഖാല മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരിക്കൽ അള്ളാഹുവിനോട് ചോദിച്ചു, യാ റബ്ബി അല്ലിംനി ശൈഅൻ അദ്കുറുക ബി വഅദ്ഉക ബി. അള്ളാഹുവേ, നിന്നെ വിളിക്കാനും നിന്നെ ഓർക്കാനും ഉപകരിക്കുന്ന ഒരു വാക്യം എനിക്ക് നീ പഠിപ്പിച്ചു തരണം. ഖാല, അള്ളാഹു മൂസാ നബിക്ക് മറുപടി കൊടുത്തു, യാ മൂസ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഖാല മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, യാ റബ്ബി, എൻ്റെ റബ്ബേ, കുല്ലു ഇബാദിക യഖൂലു ഹാദാ. നിന്റെ എല്ലാ അടിമകളും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നുണ്ടല്ലോ, ഞാൻ എനിക്ക് മാത്രം പ്രത്യേകമായിട്ടൊന്നാണ് ചോദിക്കുന്നത്. ഖാല, അള്ളാഹു മറുപടി പറഞ്ഞു, ഖുൽ മൂസേ ലാ ഇലാഹ ഇല്ലല്ലാഹ്. നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞോ, അത് മതിയാകും നിനക്ക്. ഖാല, മൂസാ നബി വീണ്ടും പറഞ്ഞു, ലാ ഇലാഹ ഇല്ലാ അന്ത്. അല്ലാഹുവേ, നീ അല്ലാത്ത ഒരാരാധ്യനില്ല എന്ന് ഞാൻ അംഗീകരിക്കുന്നു. ഇന്നമാ ഉരീദു ശൈഅൻ തഖുസ്സനി ബി. പക്ഷേ ഞാൻ ഇവിടെ നിന്നോട് ചോദിക്കുന്നത് എനിക്ക് മാത്രം പ്രത്യേകമായ, മറ്റാരും പറയാത്ത ഒരു വാചകമാണ്, നിന്നെ പ്രാർത്ഥിക്കാനും നിന്നെ ഓർമ്മിക്കുവാനും പറ്റുന്ന ഒരു വാക്യം. ഖാല, അല്ലാഹു തആല മൂസാ നബിക്ക് മറുപടി കൊടുക്കുന്നു, യാ മൂസ, ഹേ മൂസ, ലൗ അന്ന സമാവാതി സബ്അ وعامرهن غيري والأراضين السبع في كفة ولا إله إلا الله في كفة مالت بهن لا إله إلا الله. മൂസേ, ഈ പ്രപഞ്ചമത്രയും ഈ ഭൂമിയും പിന്നെ അതുപോലെയുള്ളതും ഒരു കയ്യിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് മറുകൈയിലും വെച്ചാൽ, മൂസേ, ഭാരം കൊണ്ട്, മൂല്യം കൊണ്ട്, പ്രാധാന്യം കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് വെച്ച ഭാഗമുണ്ടല്ലോ, അത് ചാഞ്ഞു പോകും, അത് താഴ്ന്നു പോകും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു തആല മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് കൊടുത്ത മറുപടി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ലോകത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള, ലോകത്തിലെ ഏറ്റവും വിലയുള്ള കാര്യമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ ലോകത്തിലേക്ക് അള്ളാഹു പറഞ്ഞയച്ച 1,00,000-ലേറെ പ്രവാചകന്മാർ ഈ ലോകത്തോട് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. വമാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത് പോലെ അല്ലാഹു തആല ഖുർആനിൽ പറയുന്നുണ്ട്, വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദുൻ. ഞാൻ അല്ലാത്ത ഒരു ആരാധ്യൻ നിങ്ങൾക്കില്ല, എന്നെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ എന്ന വഹ്യ് നൽകിക്കൊണ്ടല്ലാതെ, അത് ജനങ്ങൾക്ക് പഠിപ്പിക്കാനല്ലാതെ ഒരൊറ്റ പ്രവാചകനെയും അള്ളാഹു ഈ ഭൂമിയിലേക്ക് അയച്ചിട്ടില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഭൂമിയിൽ ജീവിക്കുന്ന ഏതൊരു മനുഷ്യൻ്റെയും ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടതു തന്നെ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുവാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹുവല്ലാത്ത മറ്റൊരു ആരാധ്യനും എൻ്റെ ജീവിതത്തിൽ ഇല്ല എന്ന് പ്രഖ്യാപിക്കുകയും എല്ലാ ആരാധനകളും, ചെറുതും വലുതുമായ മുഴുവൻ ആരാധനകളും ആ അള്ളാഹുവിന് മാത്രമാവുകയും ചെയ്യുക എന്നതാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം. ആ ഉത്തരവാദിത്ത നിർവഹണത്തിൽ ഒരു വീഴ്ചയും ഒരു കളങ്കവും മനുഷ്യൻ്റെ ഭാഗത്തുണ്ടായിക്കൂടാ. ആ ഉത്തരവാദിത്തത്തിൽ വീഴ്ച വരുത്തുന്ന അവസ്ഥയാണ് ഷിർക്ക് എന്ന് പറയുന്നത്. ഏതൊരു മനുഷ്യൻ്റെ ജീവിതത്തിലും ഷിർക്ക് സംഭവിച്ചാൽ അതവൻ്റെ ഈ ലോകത്തെയും പരലോകത്തെയും നശിപ്പിച്ചു കളയുമെന്ന് ശക്തമായ ഭാഷയിൽ ഇസ്ലാം മനുഷ്യരെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജീവിതത്തിലുടനീളം ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടായിരിക്കാൻ നാവിലും നമ്മുടെ മനസ്സിലും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കർമ്മങ്ങളിലും എപ്പോഴും ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടാവണം. അതിന് വിരുദ്ധമാകുന്ന യാതൊന്നും ജീവിതത്തിൽ ഉണ്ടാവാതിരിക്കാൻ, അതാർക്കു വേണ്ടിയാണെങ്കിലും ഏതവസ്ഥയിലാണെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വിരുദ്ധമായിട്ടൊന്നും സംഭവിക്കാതിരിക്കാൻ പ്രത്യേകമായി ശ്രദ്ധിക്കണം. ബിലാൽ റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബത്തിൻ്റെ കഥ
വായിക്കുമ്പോൾ കണ്ണുനീരിൻ്റെ നനവുള്ള ചോരയുടെ നിറമുള്ള ഒരുപാട് കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. കഠിനമായ പീഡനങ്ങൾക്ക് മുമ്പിലും അല്ലാഹുവല്ലാത്ത ആരാധ്യന്മാരെ സ്വീകരിക്കാൻ ആവശ്യപ്പെടുമ്പോഴും അഹദ് അഹദ് എന്ന് പറഞ്ഞ് ജീവിതത്തിലെ കഠിനമായ പ്രയാസങ്ങൾ ഏറ്റുവാങ്ങിയ ആ മഹാന്മാർ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി അനുഭവിച്ച ത്യാഗങ്ങളും പ്രയാസങ്ങളും മറന്നുകൂടാ. അതുകൊണ്ട് ജീവിതത്തിലുടനീളം ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടായിരിക്കണം. മാത്രമല്ല, ഈ ലോകത്ത് നിന്ന് അവസാനമായി യാത്ര ചോദിക്കുമ്പോൾ നമ്മുടെ ചുണ്ടുകൾ ചലിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടിയാവണം. അൻസ് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ കാന ആഖിറു കലാമി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ ഭൂമിയിൽ വെച്ച് അവസാനമായി ഒരു മനുഷ്യൻ പറയുന്ന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നായാൽ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിലെ മുഴുവൻ സമ്പത്തുമായി ഒരാൾ സ്വർഗം വാങ്ങാൻ ചെന്നാൽ, മുഴുവൻ മനുഷ്യരുടെ കയ്യിലുള്ള സമ്പത്തും ഒരുമിച്ച് കൂട്ടിയിട്ട് അതുമായി സ്വർഗത്തിന് വില പറയാൻ ചെന്നാൽ, ആ സ്വർഗത്തിൽ ഒരു ചാട്ടവാറ് ചാരി വെക്കാനുള്ള സ്ഥലം പോലും നേടിയെടുക്കാൻ ഈ ലോകത്തിലെ സകല സമ്പത്തിനും ആവുകയില്ല എന്ന് പറഞ്ഞ പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ചത്, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടായാൽ അവൻ കാലാകാലം സ്വർഗത്തിൻ്റെ അവകാശിയാകുമെന്നാണ്. അഥവാ ഈ ലോകത്തിലെ സകല സമ്പത്തിനേക്കാൾ മൂല്യമുള്ളതാണ്, വിലയുള്ളതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതുകൊണ്ട് എന്തൊക്കെ നഷ്ടമായാലും ജീവിതത്തിലും വിശ്വാസത്തിലും കർമ്മങ്ങളിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് നഷ്ടപ്പെടാതിരിക്കാൻ കഠിനമായി പ്രയത്നിക്കേണ്ടതുണ്ട്. അള്ളാഹുവേ, എവിടെ വെച്ച് അങ്ങനെ ഏതു രൂപത്തിൽ മരണപ്പെടുമ്പോഴും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ ഞങ്ങൾക്ക് നീ സൗഭാഗ്യം നൽകണമേ റബ്ബേ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.